61-ാമത്തെ ആയത്ത് അല്ലേ? അതന്നല്ലേ? മറ്റേത് നമ്മൾ ലാ അബ്റഹു ഹത്തായൊക്കെ കുറച്ചിടങ്ങാറായതല്ലേ? പിന്നെ 61 കഹ്ഫ് എടുത്തോ. ലാസ്റ്റ് ഫലമ്മ ബലഗ. ഇവിടെ ഫലമ്മയിൽ 2 നിയമമുണ്ട് ആ വാക്കിൽ. ഏതൊക്കെയാണ്? ഒന്ന് മീമിന് മദ് അസ്ലി, അതിന് മുമ്പ് മീമിന് ഷദ്ദു വന്നതുകൊണ്ട് മണിക്കണം. 2 അക്ഷരങ്ങൾക്ക് ഷദ്ദു വന്നാൽ മണിക്കണം, നൂനിനും മീമിനും. ഇപ്പം ഇവിടെ മീമിന് ഷദ്ദു വന്നു. അപ്പം അതിനെ ഫലമ്മ. എന്തുകൊണ്ട് മദ് അസ്ലി എന്ന് പറയുന്നത് നമ്മൾ? എന്താ കാരണം? എന്താ മദ് അസ്ലി എന്ന് പറയാൻ കാരണം? അപ്പോൾ ഹുറൂഫ് ഹംസ വന്നു, അലിഫ് വന്നു. അപ്പോൾ ഹുറൂഫുൽ മദ്ദേ ആയിട്ടുള്ളൂ. മദ് അസ്ലി എന്ന് പറയാനുള്ള കാരണം എന്താ? ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്തൊക്കെ വരാതിരുന്നാലാണ് മദ് അസ്ലി ആകുക? ഹംസ സുക്കൂന് ഷദ്ദ് വരാത്തത് കൊണ്ട്. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയും സുക്കൂനും ഷദ്ദൊന്നും വരാത്തത് കൊണ്ടാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. എത്ര അലിഫാണ് കിട്ടേണ്ടത്? 1 അലിഫിൻ്റെ അളവ്. ഇനി ഇതേ വിഷയം തന്നെ ബലഗ. ബലഗ എന്ന് പറയുമ്പോൾ ഗൈനിലും ഇതേ വിഷയം തന്നെ ഉണ്ട്. ഗൈനിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഹുറൂഫുൽ മദ് ഏതാ വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷമുള്ള അലിഫ് അല്ലേ? ബലഗ എന്ന് പറയുമ്പം ഗൈന് ഫതഹിന് ശേഷം അലിഫും വന്നിട്ടുണ്ട്. അതാണ് ഹുറൂഫുൽ മദ്. അത് കഴിഞ്ഞിട്ട് മജ്മഅ. ഈ വാക്കിൽ നിയമമുണ്ടോ? മജ്മഅ നിയമത്തിൻ്റെ പേര് ഖുതുബിയ്യത്ത് അല്ല, കൽക്കല. ജീമിന് സുക്കൂൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? കൽക്കല ചെയ്യണം. കൽക്കല ചെയ്യാന്ന് പറഞ്ഞാൽ അമർത്തി ഉച്ചരിക്കണം. എങ്ങനെ? അപ്പം എങ്ങനെ ഓതണം? മജ്മഅ എന്ന് ഓതണം. എങ്ങനെ ഓതാൻ പാടില്ല? മജ്മഅ എന്ന് ഓതരുത്, മജ്മഅ എന്ന് ഓതരുത്. പിന്നെയോ മജ്മഅ. ജീമിൻ്റെ സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം, മജ്മഅ. ഇനി ബൈനിഹിമ. ബൈനിഹിമയിൽ എന്ത് നിയമമുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞ മീമിന് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. 1 അലിഫിൻ്റെ അളവ് നീട്ടിയാൽ മതി. നസിയായിലോ? അവിടെ യാഇന് മദ് അസ്ലി. സിമ്പിളാണ്. അടുത്തത് ഹൂതഹുമ. ഇതിനകത്ത് എത്ര മദ് അസ്ലികളുണ്ട്? 2 മദ് അസ്ലി ഉണ്ട്. ഒന്നാമത്തെ മദ് അസ്ലി എവിടെയുള്ളത്? ഹായില്. ഹായിൽ ഏത് ഹുറൂഫുൽ മദ്ദാ ഉള്ളത്? സുക്കൂനുള്ള വാവ്. എങ്ങനെ വരുമ്പോഴാണ് ഹുറൂഫുൽ മദ് ആവുന്നത്? എന്തിനു ശേഷം വരുമ്പോൾ? ലമ്മിന് ശേഷം. ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നു എന്നതാണ് ഹുറൂഫുൽ മദ്. ഓക്കെ. അതിനുശേഷം ഹംസയെ സുക്കൂന ഷദ്ദൊന്നും വരാത്തത് കൊണ്ട് മദ് അസ്ലിയായി. 1 അലിഫിൻ്റെ അളവ് കേട്ടാ. ഹൂ. വലിയ കാര്യപ്പെട്ട നിയമങ്ങളൊന്നും ഇല്ലല്ലേ ഇന്നത്തെ ഈ ആയത്തിൽ? ഇനി മീമിനും എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഫത്തഹദ എന്നുള്ള വാക്കില്ലേ? അവിടെ ഫായിന് ഫത്തഹിന് ശേഷം അലിഫും വരുന്നുണ്ട്, പക്ഷെ നീട്ടാൻ നിൽക്കരുത്. കാരണം അവിടെ കണ്ടല്ലോ ഒരു പ്രത്യേക അടയാളം ഇട്ട് കൊടുത്തിട്ടില്ലേ? അലിഫിന് മുകളിൽ ആ അലിഫ് അവിടെ ഉച്ചരിക്കരുത് എന്ന് അറിയിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓതുമ്പോൾ ഫാത്തഹദ എന്ന് ഓതരുത്, ഫത്തഹദാണ് കേട്ടോ. ഫത്തഹദ അല്ല, അത് വസ്ലിൻ്റെ ഹംസ. ഇത് ഈ പുള്ളി അടയാളില്ലാത്ത ഖുർആനുണ്ടോ? ഇത് നമുക്ക് മനസ്സിലാൻ വേണ്ടി ഒരു പുള്ളി ഉണ്ടല്ലോ, അതില്ലാത്ത ഉണ്ടോ എനിക്കറിയില്ല. ഇനി അത് മനസ്സിലാക്കണ വേറെ വഴി ഉണ്ട്. മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫായിന് ഹുറൂഫുൽ മദ് വന്നു. ഈ അലിഫിന് യഥാർത്ഥത്തിൽ എന്താണ് ഹർക്കത്ത്? ഷദ്ദില്ലല്ലോ. അലിഫിന് സുക്കൂനാണ് ഒറിജിനൽ ഉണ്ടാകുക. തൊട്ടടുത്ത അക്ഷരത്തിന് ഷദ്ദ് വന്നിട്ടുണ്ട്. ഷദ്ദിൻ്റെ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കും? ഷദ്ദിലെ അക്ഷരം എത്ര അക്ഷരങ്ങളുടെ സ്ഥാനത്താ? 2 അക്ഷര സ്ഥാനത്ത്. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 സുക്കൂനുകൾ ഒരുമിച്ചൊരു പ്രയാസമാണ്. അങ്ങനെ നിയമത്തോടെ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹുറൂഫുൽ മദിനെ കളയും. ഫത്തഹദ എന്ന് ഓതണം. ഇനി സബീലഹു. സബീലഹു എന്നുള്ളിടത്ത് എന്തൊക്കെ നിയമമുള്ളത്? ബായിന് മദ് അസ്ലി ഉണ്ട്. അവിടെ വന്നിരിക്കുന്ന ഹുറൂഫുൽ മദ് ഏതാ? കസറിന് ശേഷമുള്ള സുക്കൂണുള്ള. അപ്പം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ 8 ആയത്തിൽ തന്നെ എല്ലാ ഹുറൂഫുൽ മദും വന്നിട്ടുണ്ട്. ഫത്തഹിന് ശേഷമുള്ള അലിഫും വന്നിട്ടുണ്ട്, കസറിന് ശേഷമുള്ള സുക്കൂണുള്ള യാവും വന്നിട്ടുണ്ട്, വമ്മിന് ശേഷമുള്ള സുക്കൂണുള്ള വാവും വന്നിട്ടുണ്ട്. 3 ഹുറൂഫുൽ മദും വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള വേറെ കാര്യം, സബീലഹു
അവിടെ ഹാ ഇല്ലേ, ആ ഹായിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എലിഫിൻ്റെ അളവ് നീട്ടി ഓതുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ലമീറിൻ്റെ ഹാ അല്ലേ, പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന ലമീറിൻ്റെ ഹായിനെ എപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴാണ് നീട്ടേണ്ടാത്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആ മാനദണ്ഡം? നീട്ടുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്നുള്ളത്? ആ ഹായിൻ്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള രണ്ട് അക്ഷരങ്ങൾ, തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ട് ശേഷമുള്ള അക്ഷരവും, ഈ രണ്ട് അക്ഷരങ്ങൾക്ക് ഹർക്കത്താണ് വരുന്നത് എങ്കിൽ, അതായത് സുക്കൂനല്ലാത്ത മറ്റ് ഹർക്കത്തുകളാണ് വരുന്നത് എങ്കിൽ നീട്ടും. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനോ അല്ലെങ്കിൽ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ വന്നു കഴിഞ്ഞാൽ നീട്ടൂല. ഇവിടെ നോക്കി സബീലഹു എന്ന് പറയുമ്പം ഹാന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ? ലാമിന് ഫതഹ് വന്നിട്ടുണ്ട്. തൊട്ട് ശേഷമുള്ള അക്ഷരം ഏതാണ്? ഫാ ആണ്. അതിൽ കസറും വന്നിട്ടുണ്ട്. തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്താണ് വന്നിരിക്കുന്നത്, സുക്കൂനല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹായിനെ നീട്ടി ഓതണം. നീട്ടണം നമുക്ക് കുറേ നീട്ടാനല്ല, ഒരു എലിഫിൻ്റെ അളവ് നീട്ടി ഓതണം ഇവിടെ. ഓക്കെ, മദ്ദസ്ലിയായിട്ട്. അപ്പോൾ അതിന് ഓതണം ഇവിടെ സബീലഹു, ഹായിൽ മദ് അസ്ലി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫിൽ ബഹരി. അവിടെ നമ്മൾ അതേ നേരത്തെ വിഷയം പറഞ്ഞൊരു വിഷയം തന്നെയാണ് വരുന്നത്. ഫീ എന്നിടത്ത് ഹുറൂഫുൽ മദ് ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പദത്തിൻ്റെ അവസാനം ഹുറൂഫുൽ മദ് വരികയും തൊട്ടടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ സുക്കൂനോ ഷദ്ദോ വന്നാൽ എന്ത് ചെയ്യൂല? ആ ഹുറൂഫുൽ മദിനെ നീട്ടൂല, ഒഴിവാക്കുന്നു പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിയേ, ഫീ എന്ന് പറയുന്നത് ഒരു വേർഡാണ്, അതിൽ ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത പദം ഏതാ വന്നിരിക്കുന്നത്? അൽ ബഹർ എന്നുള്ള പദത്തിൽ ലാവിന് സുക്കൂൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹുറൂഫുൽ മദിന് ശേഷം ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഹുറൂഫുൽ മദ് വരികയും തൊട്ടടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ സുക്കൂനോ അല്ലെങ്കിൽ എന്ത് വന്നാൽ എന്ത് വന്നാലും നീട്ടാൻ പാടില്ലാത്തത്. എല്ലാവരും പകുതി തുറക്കത്തില്ല. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഹുറൂഫുൽ മദ് വരികയും തൊട്ടടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ എന്തൊക്കെ വന്നാലും നീട്ടാൻ പാടില്ലാത്തത്? സുക്കൂനോ ഷദ്ദോ വന്നാൽ. ഇപ്പം ഇവിടെ എന്തോ ഷദ്ദു വന്നുകൊണ്ടല്ലേ നീട്ടാത്തത്? സുക്കൂൻ വന്നതുകൊണ്ട് നീട്ടുന്നില്ല. ഇപ്പം എങ്ങനെ ഓതണം അവിടെ? ഫീൽ ബഹരി എന്ന് ഓതുവോ? ഇല്ല, ഫിൽ ബഹരി എന്ന് ഓതും. ഫിൽ ബഹരി എന്നിടത്ത് റായിന് എന്താ വന്നിരിക്കുന്നത്? കസർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഓതണം? ഇത് ശ്രദ്ധിച്ചോ സാഹിബേ? ഇവിടെ നോക്കിയാൽ റായിന് കസർ വന്നതുകൊണ്ട് നമ്മൾ റീ എന്ന് പറയത്തില്ല, പിന്നെ എങ്ങനെ പറയും? രീ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റായിനെ ലഘുവാക്കി വെച്ചിരിക്കണം കസർ വന്നതുകൊണ്ട്. ഇനി സറാബൻ എന്നിടത്ത് റായിനോ? അവിടെ റായിന് ഫതഹ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഇനി പദത്തിൻ്റെ അവസാനം നിർത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ബായിനെ ഒരു എലിഫിൻ്റെ അളവ് നീട്ടി സറബ എന്ന് നീട്ടി നിർത്തണം. ഓക്കെ, ഓതി നോക്കണ്ടേ? فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. തണുപ്പായതുകൊണ്ട് ശ്വാസം കിട്ടണില്ല. ഒന്നും കൂടെ. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. ഇടയിൽ നിർത്തണോ എവിടെയെങ്കിലും? ഫത്തഖദ സബീല എന്ന് നിർത്തിയിട്ട് പിന്നെ ഫത്തഖദ സബീലഹു ഒതിയണോ? ഒന്നും കൂടെ. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله. എല്ലാവർക്കും ശ്വാസം ഉണ്ടല്ലേ? ഇനി ആർക്കും ഓതുന്നതിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ മതി? ഫത്തഖദ മുതൽ ഓതിയാൽ മതി. ഫത്തഖദ സബീല എന്ന് നിർത്തിയിട്ട് ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ എന്ന് ഓതുക. ഒന്നും കൂടെ ഓതാൻ ഇൻഷാ അല്ലാഹ്. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. എനിക്ക് ശ്വാസം എത്തുന്നില്ല. അപ്പോൾ കിട്ടുന്നവർ അങ്ങനെ നിശ്ചയത്ത് ഒതുക്കുള്ളൂ, കിട്ടാത്തവർ എന്ത് ചെയ്യുക? സബീല നിർത്തിയിട്ട് ഫത്തഖദ സബീല മുതൽ ഓതിയാൽ മതി. നിങ്ങൾ തന്നെ ഒതുക്കുള്ളി. അന്നത്തെ തുടക്കം നല്ലതായിട്ട്. ഒന്നുകൂടെ.
ഫിൽ ബഹരി സറബ എന്നുണ്ടോ? സീന് ശബ്ദുണ്ടോ? ഫിൽ ബഹരി അവിടെ സീന് ശബ്ദം കൊടുക്കരുത്. ഫിൽ ബഹരി സറബ സറബ. ഓക്കെ, അപ്പോൾ അത് കൊതിയാൻ വേണ്ടി തൊണ്ട നിങ്ങൾ സൗണ്ട് പോയിട്ടുണ്ട്. ഫലം മണിക്കും ചെയ്യണം നീട്ടും ചെയ്യണം. ഫലം ബലഗ فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. ഇത് നോക്കിയേ, نسيا എന്നില്ല, യായിന് ശബ്ദില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് നസിയ. അതുപോലെ തന്നെ ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ശ്വാസം കിട്ടാതെ നിർത്തുകയാണെങ്കിൽ സബീലഹു എന്ന് നിർത്തരുത്. സബീല ഹായിന് സുക്കും കൊടുത്ത് നിർത്തണം. എന്നിട്ട് ചേർത്ത് നോക്കുമ്പം ഫത്തഹദ എന്ന് നോക്കിക്കൂടെ. ഇനി ചേർത്ത് നോക്കുക. സബീലഹു ചേർത്ത് നോക്കുമ്പോൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, മാഷാ അല്ലാഹ്. ഫല ബല അല ബല ആയല്ലോ, അത് പുള്ളിയുള്ള അക്ഷരല്ലേ. ബലഗ ബലഗ നസിയ നസിയ. അങ്ങനെ നടത്തിയാൽ ശരിയാവത്തില്ല. മണിക്കൂടി അവിടെ ഫലം ബൈനഹിമ അല്ല ബൈനി ബൈനി. നസിയായി യായിൽ ഒരു അലിഫ് നീട്ടണം. നസിയ നിങ്ങൾ ഓതുമ്പം നസിയ ഹൂത്തഹുമ എന്ന് ഓതുന്നത് നസിയ ഹൂത്തഹുമയാണ്. ഓക്കെ, നിങ്ങളൊന്ന് ക്ലിയർ ആക്കി ഒറ്റ കൊതിട്ടുണ്ട്. അവിടെ ഒരലിഫ് നീട്ടിയാൽ മതി. ഒന്ന് ബലഗ, അവിടെയും ഒരലിഫ് നീട്ടണം. ബലഗ മജ്മഅ ബൈനിഹിമാ നസിയ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ. ഈ ഫിൽ ബഹരി സറബ. ബഹരി അല്ല, ഇത് ഹായല്ല. അറിയാത്ത പ്രശ്നമല്ല, വേണ്ട രീതി എടുക്കാത്ത പ്രശ്നമാണ്. فلما بلغا مجمع بينهما نسيا നസിയ എന്നില്ലല്ലോ, യായിന് ശബ്ദില്ലല്ലോ. നസിയ حوتهما فاتخذ سبيله في البحر سربا. ഇപ്പൊ ഓതിയത് പലർക്കും പലരും തെറ്റിക്കുന്ന ഒരു വാക്ക് നസിയ എന്നുള്ള വാക്കിൽ നസിയ എന്ന് എന്ത് ചെയ്യരുത്, യായി ശബ്ദം കൊടുക്കരുത്. നസിയ സിമ്പിളായിട്ട് പറയണം. നസിയ എന്നിരിക്കോ. ബലഗ മജ്മഅ എന്നല്ലല്ലോ, ബലഗ എന്നിട്ടല്ലേ. ഒന്നുകൂടെ ചേർത്ത് ഇങ്ങനെ ഒതുക്കുക. മജ് വെപ്രാളം വേണ്ട, പതുക്കെ മജ്. ഇന്നെന്താ ഇപ്പോൾ ഓർഡർ ഇതാണ് ഓഫർ ചെയ്തിരിക്കണത്, മസാല ദോശയാണ്. എന്താ എൻ്റെ ഹെഫ്ലോടം ചേച്ചി?
فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا ഈ വാക്ക് നോക്കി فاتخذ سبيله ഫത്തോന്നായി പോയത് ഫത്തഖദ അല്ല ആ വാക്ക് മാത്രം എനിക്ക് കിട്ടാം. فاتخذ سبيله في البحر سربا. ഓക്കെ മാഷാ അല്ലാഹ്. فلما بلغ ബലഗ മജ്മഅ അല്ലല്ലോ, ഗൈനിന് ബലഗ ഒരലിഫ് നീട്ടണം. ബലഗ അലിഫ് ഒന്നുമില്ല, ഫത്തിന് ശേഷം അലിഫ് വന്നു കഴിഞ്ഞാൽ നീട്ടണ്ടേ, ഒരു അലിഫ് നീട്ടണം. നിങ്ങൾ ഓതിയപ്പോൾ എങ്ങനെ ഓതിയത്? ബലഗ മജ്മഅ ഓതിയത്, നീട്ടിയിട്ടില്ല. ബലഗ മജ്മഅ. فلما بلغا مجمع بينهما نسيا حوتهما. ഇവിടെ അതേ വിഷയം തന്നെ, നസിയ ഹൂതഹുമ അല്ല, നസിയാ ഹൂതഹുമ. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. ഇത് മാത്രം, ഈ രണ്ട് വാക്ക് മാത്രം നോക്കി. ഇവിടെ മുതൽ നസിയ മുതൽ നോക്കി. നേരത്തെ ഇപ്പോൾ ഹൂതഹുമ രണ്ടും ഹാ പോലെ കേട്ടു. ഹൂതഹുമ. ഓക്കെ, ഇനി അടുത്ത ആയത്ത് 62. ഫലമ്മ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് നിയമങ്ങളുള്ളത്. ഒന്ന് മീമിന് ഷെദ് വന്നുകൊണ്ട് മണിക്കണം, പിന്നെ മീമിൽ മദ് അസ്ലി ഒരു എൽഫിൻ്റെ അളവ് നീട്ടണം. ജാവസ, അടുത്ത വാക്ക് ഏതാണ്? ജാവസ. ജീമിലും എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. അതേപോലെ തന്നെ സായിലും മദ് അസ്ലി ഉണ്ട്. ഓരോ അലിഫിൻ്റെ അളവ് നീട്ടണം. ജാവസ. ഇനി ഖാലയിലോ? ഖാലയിലും ഖാഫിലും മദ് അസ്ലി ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. ലി ഫതാഹുവിൽ ഏതക്ഷരത്തിന്? തായിന് മദ് അസ്ലി ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. മദ് അസ്ലിയുടെ കളിയാണെന്ന്. ആത്തിനായിൽ ഹംസയിൽ മദ് അസ്ലി, നൂനിൽ മദ് അസ്ലി. അടുത്തതാണ് ഇനി ഗദാഅന. ഇവിടെ ദാലിന് ഏത് മദ്ദാ ഉള്ളത്? ദാലിന് ഏത് മദ്ദ? മദ് അസ്ലിയാണോ മദ് ഫറായിയാണ് അല്ലേ? എന്തുകൊണ്ട് മദ് ഫറായി? എന്തിനു ശേഷം ഹംസ വന്നു? ഹുറൂഫുൽ മദ്ദിന് ശേഷം. അതെ, ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് ചെയ്തു? ഹംസ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ നിങ്ങൾ മദ്ദിന്റെ എല്ലാ വിഭാഗം പഠിച്ച സ്ഥിതിക്ക് ഇത് ഏത് മദ്ദ? മുൻഫസിലാണോ? മുത്തസിലാണ്. ഒരേ പദത്തിലാണ് വന്നിരിക്കുന്നത്. ഗദാഅന എന്നുള്ളത് ഒറ്റ പദമാണ്. ഓക്കെ, എന്താണ് ഗദ എന്ന് പറഞ്ഞാൽ? എന്താ ഗദാ? ഗദ് എന്നുള്ളതാണ് നാളെ. ഉച്ചഭക്ഷണം, ലഞ്ച്. അത് തന്നെ ഫുഡ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഫുഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ ചരിത്രത്തിൽ. അറബിലൊരു അത് ഉച്ചഭക്ഷണം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അത് നമ്മൾ അല്ലാതെ പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഫുത്തൂർ, ഇതിന് കഥ, രാത്തിന് ആശ എന്ന് പറയും. ഇസ്ലാമോ? നമുക്ക് അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എവിടെയാണ്? ഗദാഅനയിലെ മദ് ഏത് മദ്ദ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. മദ് ഫറായി. മദ് ഫറയിൽ തന്നെ മദ് മുത്തസിൽ അല്ലേ? അപ്പോൾ കുറച്ചധികം നീട്ടണം. ഗദാഅന. അതിന് ശ്രദ്ധിക്കുക. ഇപ്പം പലർക്കും നമ്മൾ സാധാരണ ഓതി വരുമ്പോൾ അക്ഷരങ്ങൾ പുരോഗതിയാണ് വരേണ്ടത്. ഇപ്പോൾ പലർക്കും അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിയമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോകരുത്. ഇപ്പോൾ ഗൈനൊക്കെ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈന്, വാദ്, ഹ, ഡേഞ്ചർ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചധികം ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗൈൻ വന്നിട്ടുണ്ട്. ഗദാഅന. ഇനി ഗദാഅനയിൽ നൂനുള്ള മദ് ഏത് മദ്ദ? മദ് അസ്ലിയാണ്. ഓക്കെ. ലഖദ്, ദാൽ സുകൂൻ കൽക്കല, സുകൂനെ അമർത്തി ഉച്ചരിക്കണം. ലഖദ്. ഇന്ന് അമരക്കാരനവിടെ പോയി? ഉമർ സാഹിബേ, നിങ്ങൾ താമസിച്ച അപ്പോൾ ദാൽ സുകൂൻ കൽക്കല, സുക്കൂനെ അമർത്തി ഉച്ചരിക്കണം. ലഖദ്. ഓക്കെ. ഇനി ലഖീനയിലോ? ഖാഫ് മദ് അസ്ലി ഉണ്ട്. അതേപോലെ തന്നെ നൂനും മദ് അസ്ലി ഉണ്ട്.
ഖാഫിലെ മദ് ഏത്? ഖാഫിലെ ഹുറൂഫുൽ മദ് ഏത് ഹുറൂഫുൽ മദ്ദ? കസറിന് ശേഷമുള്ള സുക്കൂനുള്ള യാ. ആ മാഷാ അല്ലാ, അത് തന്നെ. നൂനുള്ള മദ്ദോ? ഫത്തഹിന് ശേഷം അലിഫ്. ഓക്കെ. ഇനിയാണ് ഇപ്പോൾ കുറേ നേരത്തിന് ശേഷമാണ് ഒരു സാക്കിന നൂന് തൻവീന് നിയമം വരാൻ പോകുന്നത് അല്ലേ? മീസ. ഇവിടെ ഏതാ നിയമം? സാക്കിന നൂന് ശേഷം സീം വന്നിരിക്കുന്നു. ഏതാ നിയമം? 15 അക്ഷരങ്ങളുള്ള ഇഖ്ഫാ. ഇഖ്ഫാ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മറച്ചു പണിക്കണം. സാക്കിന നൂനിനെയും തൻവീനെയും എന്ത് ചെയ്യണം? മറച്ചു പണിക്കണം. അപ്പോൾ എങ്ങനെ ഓതാൻ പാടില്ല? മിൻസ എന്ന് ഓതരുത്. പിന്നെയോ മീസ. നൂനെ മറച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം? മണിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഈ ആഴ്ച ആ ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങൾ ഓർഡർ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾ പറയും. ജീം കഴിഞ്ഞിട്ട് അല്ല, താ സാ ജീം. അതിന് മുമ്പ് ജീം കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ? ദാൽ. ദാലും വിട്ടുപോയി. ദാൽ ഏതില്ലാന്ന്? വാവില്ലല്ലോ. ഓക്കെ, ഏതാണ് അക്ഷരങ്ങൾ? ഓക്കെ. ഒരാൾ മാത്രം. ഇനി താ സാ അങ്ങനെയല്ല. താ സാ ജീം. പിന്നെ ഓട്ടം ഇങ്ങനെ പോവുക. സീൻ ഷീൻ സ്വാദ് ളാദ് ത്വാ ളാ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 2 അക്ഷരം ഒഴിവാക്കണം. ഐനു ഗൈനു ഒഴിവാക്കണം. ഫാ ഖാഫ് കാഫ്. തുടക്കത്തിനും ഇടയ്ക്ക് മാത്രം ചെറിയ ശ്രദ്ധ കൊടുത്താൽ മതി. താ സാ ജീം, ദാൽ ദാൽ സ, സീൻ ഷീൻ സ്വാദ് ളാദ് ത്വാ ളാ ഫാ ഖാഫ് കാഫ്. അടുത്ത ആഴ്ച അല്ലേ? ഇൻഷാ അല്ലാ. നമുക്ക് നോക്കാം. ഇഖ്ഫാ വന്ന് എന്ത് ചെയ്യണം പറഞ്ഞത്? മറച്ച് മണിച്ച് ഓതണം. ഇനി സഫരീന എന്നുള്ളടത്ത് റായിന് കസർ വന്നതുകൊണ്ട് റായിന് എന്ത് ചെയ്യണം? ലഘുവാക്കി ഓതണം. നൂനിന് മദ് അസ്ലി വന്നിരിക്കുന്നു, ഒലിഫിൻ്റെ അളവ് നീട്ടണം. അതേപോലെ തന്നെ തൊട്ടടുത്ത വാക്ക് ഹാദ, അവിടെയും ഹായിലും മദ് അസ്ലി, നൂൻ ഇതാണ് ദാലിലും മദ് അസ്ലി. നസ്വബൻ എന്നിടത്ത് എങ്ങനെ വഖഫ് ചെയ്യുക? നീട്ടി നസ്വബ എന്ന് വഖഫ് ചെയ്യുക. ഒലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. കുഞ്ഞ് ഡിഫിക്കൽറ്റി ഒന്നുമില്ല, അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا. അവിടെ നിർത്തിക്കോളി. ലഖദ് ലഖീന. എന്നിട്ട് ലഖദ് ലഖീന മുതൽ എടുത്തു പോവുക. ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസ്വബ. അപ്പുറത്തേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് ശേഷം ഇതാണ് കനപ്പിക്കേണ്ട അക്ഷരങ്ങൾ വരുമ്പം കനപ്പിക്കേണ്ടാത്ത അക്ഷരങ്ങൾ കനപ്പിക്കരുത്. പലരും ഇപ്പോൾ നിങ്ങൾ ഓതിയപ്പോൾ ഹോദോ എന്നൊക്കെ ഓതിയിട്ടുണ്ട്. ഹാദ അവിടെയൊക്കെ പ്ലെയിനായിട്ട് പോകേണ്ട സ്ഥലമാണ്. ഹാദ. ഒന്നും കൂടെ. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. ഒന്നും കൂടെ. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. ലഖദ് ലഖീന മീൻ സഫരീന അല്ല കേട്ടോ, സഫരീന. ചിലർ സഫരീന എന്ന് ഓതുന്നുണ്ട്. സഫരീന എന്നാണ് കേട്ടോ. ഓക്കെ, ആരാ നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. വാവല്ല ഫ. لقد لقينا من سفرنا هذا نصبا. ما شاء الله. فلما جاوزا قال لفتاه
لقد لقينا من سفرنا هذا نصبا. ما شاء الله. الصيبة. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. اوكي ما شاء الله. ايوه. فلما جاوزا قال لفتاه حياتنا نللو. آتنا غداءنا لقد لقينا من سفرنا هذا نصبا. ما شاء الله. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. അങ്ങനെ ഓതിയപ്പോൾ ചില ഒറ്റ ശ്വാസത്തിൽ ഓതുമ്പോൾ ചിലയിടത്തും മീൻ സഫയിലെ മണിക്കിലൊന്നും പൂർത്തിയായില്ല. من سفرنا هذا نصبا. أعوذ بالله من الشيطان الرجيم. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. മാഷാ അല്ലാ. നിങ്ങളെ മോനോടെ فلما جاوزا قال لفتاه ആത്തിനയില്ല, അവിടെ ആ ഹംസയാണ്. آتنا غداءنا എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഇത് നല്ലപോലെ നീട്ടിക്കൂടി. ഈ അടയാളം വന്ന് ഞാൻ നീട്ടണം. ദാലാണ്. ഈ ലഖദ് എന്ന് കേട്ടില്ലേ, അതേ ദാലാണ് ഇതും. ഇവിടെ അത് നാവ് വരരുത്, നാവ് പുറത്തേക്ക് വരരുത്. ഈ നമ്മളെ മലയാളത്തിൽ ദ പറയൂലേ, ആ ദ തന്നെയാണ്. നീട്ടണം. നമ്മളെ നല്ലപോലെ നീട്ടണം. ലഖദ് എന്ന് കേൾക്കും. എന്താ വ്യത്യാസം? ആദ്യം നമ്മൾ ഓതിപ്പോയി നസാന്നാണ് എഴുതി. قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. അക്ഷരങ്ങളൊക്കെ ലഖദ് ലഖീന ഖാഫാണ്. അതുപോലെ തന്നെ അവസാനം നസ്വബ ഒറ്റയടിക്ക് നിർത്തരുത്. നസ്വബ ഒരു ലിഫ് നീട്ടണം. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് അറിയോ? ഗൈനും ഖാഫും. ഓക്കെ. فلما جاوزا قال لفتاه آتنا غداءنا ഒന്നുകൂടെ فلما ജോവസ ഇല്ലല്ലോ. അപ്പൊ നിങ്ങള് പലതും ഒകായത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. فلما جاوزا قال ഇല്ല. فلما جاوزا قال لفتاه ഇല്ല. ലിഫതാഹു آتنا അവിടെയും ദോ ഇല്ല. غداءنا لقد لقينا
لقد لقينا من سفرنا هذا نصبا. വ്യത്യാസം മനസ്സിലായോ? നിങ്ങളത് പലതും ഉള്ളത്. ഇവിടെ ജോബസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി. എന്താ വേണ്ടത്? ജ പരത്തി പറയേണ്ട അക്ഷരങ്ങൾ പരത്തി തന്നെ പറയണം. അല്ല, പറഞ്ഞിട്ടുണ്ടാകുന്നത് ജീമിനെ ഉച്ചരിക്കുന്നതിൽ നമുക്ക് ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. പൊതുവെ ജീമിൻ്റെ ഉച്ചാരണ യഥാർത്ഥത്തിൽ വരുന്നത് നാവിൻ്റെ മധ്യവും നേരേമേൽ ഭാഗമാണ്. നമ്മൾ പറയുമ്പോൾ പൊതുവെ ജീമിനെ പറയാ, പല്ല് കടിച്ചു പിടിച്ചിട്ടാണ് പറയുക. മലയാളത്തെ ആ ഒരു കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ജീമിന് എന്ത് ചെയ്യരുത്? കനപ്പിച്ച് പറയേണ്ട അക്ഷരമല്ലോ, ജോ എന്ന് പറയേണ്ട അക്ഷരമല്ല, പരത്തി ജ എന്ന് തന്നെ പറയേണ്ടത്. പക്ഷേ നമ്മൾ പറയുന്നില്ലല്ലോ അറബികൾ പറയാ ജീമ്. അതുതന്നെ ഒകാരത്തിൻ്റെ അല്ല, നാവിൻ്റെ മധ്യത്തിൽ പറയുന്നതിൻ്റെ. നിങ്ങൾ ജീം പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നാവിന് എന്തെങ്കിലും, നാവിന് മധ്യമായിട്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഒന്നും അനങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ നാവിൻ്റെ മധ്യ നേരെ മേൽഭാഗമാണ് ജ എന്നാണ് പറയേണ്ടത്. അതല്ലാതെ ജോ എന്നെന്ത് ചെയ്യരുത്? ജോവസ അല്ല, ജ. അത് നമുക്ക് പറയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം നമ്മൾ അത്ര ഹൈ ലെവലിലേക്ക് പോയില്ലെങ്കിലും ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വന്നത് വൽ ഫജ്ർ, ഇവർ വന്നത് വൽ ഫജ് ജി. പക്ഷെ അത് നമുക്ക് പറയാൻ കുറച്ച് പ്രയാസം. നാവിൻ്റെ മദ്യം തട്ടും. ജീമിൽ ഉച്ചാരണത്തിലുള്ള പ്രശ്നമാണ്. പക്ഷെ എന്ത് ചെയ്യരുത്? അത് ജോ എന്നായി പോരുത്, ജോ ആയി പോരുത്. ഒന്നുണ്ട് ജ, എണ്ണുണ്ട് ജ. അത് ഞാൻ പറയാം, അതൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ നിന്നാൽ നമ്മൾ ജീമ് സാധാരണ പല്ല് കടിച്ചു പിടിച്ച്, അണപ്പല്ല് കടിച്ചു പിടിച്ചിട്ടുള്ള ജീമാണ് നമ്മൾ പറയുന്നത് ജീമ്. അങ്ങനെയല്ല ജീമ് പറയേണ്ടത്. നമ്മൾ ജീമിൻ്റെ മഖ്റജ് നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും. അതായത് മഖ്റജുകളെ നമ്മൾ നോക്കുമ്പം പല്ലുമായിട്ട് ജീമിന് ബന്ധമില്ല. നാവിൻ്റെ മധ്യവും നേരെ മേൽ ഭാഗമാണ്. നാവിൻ്റെ മധ്യഭാഗവും തൊട്ട് മുകളിലുള്ള ആ അണ്ണാക്കല്ലേ എന്ന് പറയും, മുകൾ ഭാഗം തട്ടിയിട്ടാണ് പറയേണ്ടത്. നമ്മൾ ജീമിന് അങ്ങനെ വരികയില്ല. അതിന് കുറച്ച് പ്രയാസമുണ്ട്. നിങ്ങൾ അറബികൾ കറക്റ്റ് അറബികൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജീമിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നമ്മൾ ജീമിനെ അപേക്ഷിച്ച്. നമ്മൾ തൽക്കാലം ഇതെങ്കിലും ശരിയാകുക, അത് ജോയിലേക്ക് എത്തിക്കരുത്. അത് കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മൾ ആദ്യം ബേസ് ശരിയാകുക, ആദ്യം അതിനേക്കാൾ അടിസ്ഥാനപരമായത് ശരിയാക്കിയിട്ട്. ഇപ്പം നമ്മളിതുവരെ ഓരോ അക്ഷരങ്ങൾ എവിടുന്നാണ് പുറപ്പെടുന്നതെന്ന് പ്രത്യേകം പഠിച്ചിട്ടില്ല. നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? ഓരോ അക്ഷരങ്ങളെയും പറഞ്ഞ് ശരിയാക്കുക, അത്രയേ ഉള്ളൂ. അതായത് ബ എന്ന് പറഞ്ഞ അക്ഷരത്തിൻ്റെ മഖ്റജ് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ബ പറയുന്നുണ്ട്. ഇപ്പം തൽക്കാലം മതി. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കാം. എല്ലാവരും ഓതിയില്ലേ? നിങ്ങൾക്ക് ദാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ദാലിന് ഒന്നുമില്ല. ഖാഫിന് ദാലിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അടുത്തത് ഇനി ഖാല അറഅയ്ത. ഖാല ഖാഫിന് എന്താണ്? മദ് അസ്ലി ഉണ്ട്. ഓക്കെ, ഒരലിഫിൻ്റെ അളവ് നീട്ടുക. അറഅയ്തയിലോ ഒന്നുമില്ലേ? റായിന് ഫതഹ ഒന്നുകൊണ്ട് റായിനെ കനപ്പിക്കണം. പിന്നെ അവിടെ വേറെ ഒന്നുണ്ട്. ഫതഹിന് ശേഷം സുക്കൂണിൽ യാ വന്നു കഴിഞ്ഞാൽ അറഅയ്ത. പിന്നെ ഫതഹിന് ശേഷം സുക്കൂണുള്ള വാവോ സുക്കൂണുള്ള യാ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? നമ്മൾ മദ്ദുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരുന്നു. ഇവിടെ മദ്ദൊന്നും ഇല്ലെങ്കിലും ഇത് ഹർഫുൽ ലീനാണ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആവുമെന്ന് അറിയില്ല. ഫതഹിന് ശേഷം സുക്കൂനുള്ള യാओ സുക്കൂനുള്ള വാവോ വന്നാൽ, ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ അല്ലെങ്കിൽ സുക്കൂനുള്ള യാओ വന്നാൽ അതിന് ഹർഫുൽ ലീൻ എന്നാ പറയുക. ഏതുപോലെ ഹുറൂഫുൽ മദ്ദ് നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഹുറൂഫുൽ ലീനും ഉണ്ട്. ഇത് നമുക്ക് എവിടെ ആവശ്യം വരിക? ഹുറൂഫുൽ ലീൻ എവിടെ ആവശ്യം വരിക? മദ്ദിൻ്റെ പാഠത്തിലാണ് വരിക. ഇനി ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവുമോ? ലീലാഫി ഖുറൈഷ്. ഖുറൈ എന്ന് പറയുമ്പോൾ ഫതഹിന് ശേഷം സുക്കൂണിൽ യാ വരുന്നുണ്ട്. അതിനുശേഷം നിർത്തുമ്പോൾ ഷീന് സുക്കൂൺ കൊടുക്കുമ്പോൾ നമ്മൾ ഖുറൈഷ് എന്ന് ഒറ്റയ്ക്ക് സറംബ്രേക്ക് ഇടാണ് ചെയ്യുന്നത്. അല്ല, നീട്ടി ഖുറൈഷ്. നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ പിന്നെ എന്ത് ചെയ്യുന്നില്ല, വഖഫൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷയമില്ല. എന്നാലും ഒരു നിയമം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ.
അറഅയ്ത. അത് കഴിഞ്ഞിട്ട് ഇദ് അവൈന. ഇദ് അവൈന പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അവൈനയല്ല, കൽക്കലയില്ല, ഇദ് അവൈന. അതുപോലെ തന്നെ ദാലും ശ്രദ്ധിക്കുക, ഇദ് അവൈന. അവൈന ആ നൂനിൽ ഏത് മദ്ദ ഉള്ളത്? പ്രത്യേകം ഇത് അവൈനയല്ല കേട്ടോ, അവൈനയല്ല. വാവ് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ആ അവൈന. നൂനിൽ ഏത് മദ്ദ ഉള്ളത്? സുക്കൂനുണ്ട്, ഹർഫുല്ലീനുണ്ട്. നൂനിലെ മദ്ദ ഏത് മദ്ദ? മദ് ഫറഈ. എന്തുകൊണ്ട് മദ് ഫറഈ ആയി? എന്തിനു ശേഷം? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നു. ഇപ്പൊ മദ് ഫറഈ എന്നുള്ള കാര്യം കിട്ടി. ഇനി മദ് ഫറഈ ഏത് വിഭാഗത്തിൽപ്പെടുത്താം? മുൻഫസിലാണ് അല്ലേ. അവൈന വേറെ ഒരു വാക്കും ഇല എന്നുള്ളത് വേറെ വാക്കുമാണ് അല്ലേ. മദ് മുൻഫസിലാണ്, നീട്ടണം നല്ലപോലെ. അവൈന ഇല. ഇനി ഇല സഖറത്തി, നേരത്തെ പറഞ്ഞൊരു വിഷയം വീണ്ടും വരുന്നു. ഇല എന്ന് പറയുമ്പോൾ ഹുറൂഫുൽ മദ് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ തൊട്ടടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ എന്തു വന്നു? ഷദ്ദ് വന്നതുകൊണ്ട് നീട്ടൂല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു പദത്തിൻ്റെ അവസാനം ഹുറൂഫുൽ മദ് വരികയും തൊട്ട് അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ സുക്കൂനോ അല്ലെങ്കിൽ ഷദ്ദോ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ ഹുറൂഫുൽ മദിനെ ഒഴിവാക്കും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു? ഇലായിലെ ഹുറൂഫുൽ മദിനെ നമ്മൾ ഒഴിവാക്കി. ഇല സഖറത്തി. ഇല സഖറത്തി എന്നുള്ളതിൽ റായിന് ഫതഹ വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഇനി ഫ ഇന്നി, അവിടെ എത്ര നിയമങ്ങളുണ്ട്? ഫ ഇന്നിയിൽ അതിന് നൂന് ഷദ്ദ് വന്നുകൊണ്ട് എന്ത് ചെയ്യണം? മണിക്കണം. അതിനോട് കൂടി തന്നെ നൂനിന് എന്തുണ്ട്? മദ് അസ്ലുണ്ട്. ഇവിടെ ഏത് ഹുറൂഫുൽ മദ്ദാ വന്നിരിക്കുന്നത്? കസറിന് ശേഷമുള്ള സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. ഓക്കെ. നസീതൂലോ, അവിടെയും സീനിന് മദ് അസ്ലി വന്നിട്ടുണ്ട്, ഒരലിഫിൻ്റെ അളവ് നീട്ടണം. നസീതുൽ ഹൂത, അവിടെ ഹായിന് മദ് അസ്ലി വന്നിട്ടുണ്ട്, ഒരലിഫിൻ്റെ അളവ് നീട്ടുക. അയിന് വമാ അൻസാനിഹി, അൻസാനി, അവിടെ മീമിന് എന്ത് വന്നിട്ടുണ്ട്? മദ് ഫറഈ വന്നിട്ടുണ്ട് അല്ലേ. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നു. കണ്ടോ? ഉറങ്ങുന്നുണ്ടോ? മീമിൽ എന്തുണ്ട് വന്നിട്ടുണ്ട്? മദ് ഫറഈ വന്നിട്ടുണ്ട്. മദ് ഫറഈൽ ഏത് വിഭാഗത്തിൽപ്പെടും? ഇവിടെ മദ് അല്ല, മുൻഫസിലാണ്. മാ വേറെയും അൻസാനിഹു വേറെയാണ്. ഓക്കെ, അപ്പോൾ നീട്ടണം അവിടെ. ഇനി അൻസാനിഹുവിൽ സാക്കിനായ നൂൻ ശേഷം സീൻ വന്നു. ഏതാ നിയമം? ഇഖ്ഫ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ 15 അക്ഷരങ്ങളുള്ള ഇഖ്ഫ ആണ് നിയമം. എന്താ ചെയ്യേണ്ടത്? മറച്ച് മണിക്കണം. അപ്പം എങ്ങനെ ഓതണം? അൻസാന്ന് ഓതണം. എങ്ങനെ ഓതാൻ പാടില്ല? അൻസാന്ന് ഓതരുത്, നൂനിനെ വ്യക്തമാക്കരുത്, നൂനിനെ മറച്ചു പിടിച്ച് അൻസാന്ന് ഓതണം. ഓക്കെ. ഇനി സീനിലും നൂനിലും മദ് അസ്ലി വന്നിട്ടുണ്ട്. സാ നീ ഹു. ഇവിടെ നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമല്ലേ, ഇവിടെ അങ്ങ് ശ്രദ്ധിച്ചു നോക്കിയോളൂ. അൻസാനി ഹു, അവിടെ ലമീറിൻ്റെ ഹാ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ നീട്ടാതെ ഓതിയത്. എന്തുകൊണ്ടാണ് നീട്ടാതെ ഓതിയത്? നേരത്തെ ഒരു മാനദണ്ഡം പറഞ്ഞിരുന്നല്ലോ, ലമീറിൻ്റെ ഹായിൻ്റെ തൊട്ട് മുമ്പോ തൊട്ട് ശേഷമോ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് സുക്കൂനായാൽ പിന്നെ നീട്ടൂല. 2 അക്ഷരത്തിന് ഹർക്കത്താവണമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഹായിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താ വന്നിരിക്കുന്നത്? സുക്കൂന് വന്നതുകൊണ്ട് നമ്മൾ അൻസാനി ഹു നീട്ടിയോ? ഇല്ല, അൻസാനി ഹു ഇല്ല എന്നാ ഓതിയത്. ഓക്കെ. തൊട്ട് മുമ്പ് നമ്മൾ എവിടെ നീട്ടി എവിടെ ഓതിയത്? സബീലഹു ഫിൽ ബഹി, തൊട്ട് മുമ്പുള്ള. ഓക്കെ. ഇതേ വിഷയം വേറൊരു സ്ഥലത്ത് വന്നിരുന്നു. നമ്മൾ തൊട്ട് മുമ്പുള്ള ആയത്തിൽ ലി ഫതാഹു, അവിടെയും വിഷയം തന്നെ വന്നിരുന്നു. അവിടെ നമ്മൾ നീട്ടിയിട്ടില്ല. കാരണം എന്താ? തൊട്ട് മുമ്പ് അലിഫ് സുക്കൂനാണ് വന്നിരിക്കുന്നത്. ഇത് വിഷയം മനസ്സിലായിട്ടുണ്ടോ? ഈ ലമീറിൻ്റെ ഹായിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷവും 2 അക്ഷരങ്ങൾക്കും ഹർക്കത്ത് വന്നാലേ നീട്ടുകയുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്ത സുക്കൂനായി കഴിഞ്ഞാൽ, സുക്കൂൻ വന്നു കഴിഞ്ഞാൽ, സുക്കൂന് മദ്ദോ നമ്മൾ അതായത് ഷെദ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? സുക്കൂൻ പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് അതായത് ഷെദ് വരുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകാട്ടാ. അപ്പം അൻസാനി ഹൂയിൽ നീട്ടരുത്, ഹായിലെ നീട്ടാൻ പാടില്ല. ഇനി ഇല്ല ഷൈത്വാനു,
ഇല്ല. അവിടെ നോക്കി ലാമിന് ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ നീട്ടാതെ ഓതിയ കാരണം എന്താ? തൊട്ട് ശേഷമുള്ള പദത്തിന്റെ ആരംഭത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഷദ്ദ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാ ഷെയ്ത്താനും അല്ല, അതിന് തോന്നണം ഇല്ല ഷെയ്ത്താനു. ത്വാഇന് എന്ത് വന്നിട്ടുണ്ട്? മദ് അസ്ലി വന്നിട്ടുണ്ട്. ലിഫിന്റെ അളവ് നീട്ടണം. ഇനി അടുത്ത നിയമമാണ് എനിക്ക് കേൾക്കേണ്ടത്. സാക്കിനായ നൂന് ശേഷം അൻ എന്ന് പറയുമ്പോൾ സാക്കിനായ നൂൻ വന്നിട്ടുണ്ട്, അതിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നിയമത്തിന്റെ പേരെന്താ? ഇൽഹാർ. എത്ര അക്ഷരങ്ങളാണ് ഇൽഹാറിന്? ഏതൊക്കെയാ? ആദ്യം ഐനല്ലല്ലോ, ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഹുറൂഫുൽ ഹൽഖ്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഇനി ഇൽഹാർ വന്നാൽ എന്താ ചെയ്യേണ്ടത്? സാക്കിനായ നൂനിനെ എങ്ങനെ വ്യക്തമാക്കണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പൊ എങ്ങനെയാ മണിക്കാതെ വ്യക്തമാക്കുക? അൻ അ, അനദ്കുറ അല്ല, അൻ അ. ആ നൂനിന്റെ സുക്കൂനും വ്യക്തമാക്കണം, ഹംസയെ വ്യക്തമാക്കണം. അൻ അദ്കുറ. അതുപോലെ തന്നെ അൻഅംത തന്നെ. ഈ അദ്കുറ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ദാലിനാണ് സുക്കൂൻ വന്നിരിക്കുന്നത്. കൽക്കലയില്ലേ? ഉണ്ടോ? ദാലാണ് കുത്തുബജദ്ദില്, ദാല് കുത്തുബജദ്ദിലില്ല. അപ്പൊ അത് ഖുറ എന്ന് പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അത് ഖുറ. അത് ഖുറ. ദാലിനെ കൽക്കൽ ചെയ്യരുത്. അതുപോലെ തന്നെ റായിന് എന്ത് വന്നിട്ടുണ്ട്? റായിന് ഫതഹ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? റായിനെ കനപ്പിക്കണം. ഇവിടെ നോക്കിയേ, അത് ഖുറഹു എന്നുള്ള ഹായിന് തൊട്ട് മുകളിൽ ജീം ഇട്ട് കൊടുത്തിട്ടില്ലേ? ജീം വന്നാൽ എന്താ അടയാളം? എന്തിനുള്ള അടയാളാണ്? നിർത്താതിരിക്കാം. അതിനല്ലേ നിർത്താതിരിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ? ബാക്കിയാ കേൾക്കേണ്ടത്. നിർത്താതിരിക്കാം. രണ്ടിനും ഒരേ സ്ഥാനം. സവാ. ഓക്കെ. ഇവിടെ നമ്മൾ നിർത്താതെയാണ് ഓതുന്നതെങ്കിൽ എങ്ങനെ ഓതുക? അൻ അദ്കുറഹു വത്തഖദ. അവിടെ നമ്മൾ ആ ഹായ നീട്ടാൻ കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയമില്ലേ? തൊട്ട് മുമ്പും തൊട്ട് ശേഷം രണ്ട് അക്ഷരങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്? ഹർക്കത്ത് വന്നിട്ടുണ്ട്. സുക്കൂനായിട്ടില്ല. ഹർക്കത്ത് വന്നതുകൊണ്ട് നീട്ടണം. ഒരു അലിഫ് മദ് അസ്ലി ആയിട്ട് നീട്ടി ഓതണം. നമ്മൾ അവിടെ നിർത്തി ഓതാ അല്ലേ? അവിടം വരെ എത്തൂല. അവിടം വരെ യഥാർത്ഥത്തിൽ എത്തൂല. ഓതി വെക്കാം. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت എവിടെ നസീത്തുൽ ഹൂത്തിൽ നിർത്താം. നസീത്തുൽ ഹൂത്തിൽ നിർത്താം. പക്ഷെ അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ഹൂത്ത് ഒറ്റയ്ക്കല്ല, ഹൂത്ത്. അവിടെ മദ് ഫറഇയാവും. എന്തുകൊണ്ട്? ഹായിൽ ഹുറൂഫുൽ മദ് വന്നു, ശേഷം നിർത്തുന്നതിൻ്റെ പേരിൽ തായിന് സുക്കൂൻ വന്നു. ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്താവും? മദ് ഫറഇയാവും. അപ്പം എങ്ങനെ നിർത്തണം? ഹൂത്ത് എന്നെന്ത് ചെയ്യണം? നീട്ടി നിർത്തണം. അതുപോലെ തന്നെ ഹൂത്ത് എന്നായി പോയത്, കൽക്കൽ ചെയ്യാൻ പാടില്ല. ഹൂത്ത്. ഓക്കെ. മദ് ആരിത്. അതോ വമാ അൻസാനീഹി നിർത്തണോ? അല്ലേ? മറ്റേത് നിങ്ങൾ തായിൻ്റെ സൗണ്ടും ഒക്കെ പ്രശ്നം. വമാ അൻസാനീഹിൽ നിർത്താം. അവിടെ വരെ നോക്കി വെക്കാം. നമ്മൾ ശ്വാസം നല്ലപോലെ വലിച്ചു പിടിച്ചോളി. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنساني. കുറേ മദ് കിട്ടണം. മീമിൽ മദ്ദുണ്ട്, മണിക്കണം. നിർത്തുമ്പോൾ സീഹ് നിർത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൂത്തിൽ നിർത്താം. അല്ലേ? قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت. നല്ല നീട്ടി നിർത്തട്ടോ. ഹൂത്ത്. ഇനി എടുത്തോന്ന് എവിടുന്ന? ഇനി മുതൽ എടുത്തു വേണം. فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. അവസാനം ഹാ കേൾക്കണം. അദ്കുറ.
ഒന്നും കൂടെ. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. നേരത്തെ പറഞ്ഞിരുന്നു അവൈന എന്ന് പറയരുത്. ഫാ അല്ല അവ, അവൈന അല്ല അവൈന. അപ്പം ഓതിയപ്പോഴും ചിലർ അവൈന എന്നാണ് പറയുന്നത്. വാ ഒന്നുകൂടെ. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. ഓക്കെ, ഏത് ഭാഗത്താണ് ഫസ്റ്റ് ഓതുക? അങ്ങനെ നോക്കിക്കോളൂ. ഇത് അവൈന ഇല്ല, ഇത് അവൈന. കൽക്കല ചെയ്യരുത്. അവൈന. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. അദ്കുറന്നല്ലോ, അൻ അദ്കുറ. അവസാനം ഹാരി കൊണ്ട് നിർത്തണം. ഒന്നുകൂടെ. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. أوكي ما شاء الله. أذكره. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله. ഇത് അവൈന ഇല്ല. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه അൻസാനിയഹു യായിനെന്താ ഹർക്കത്ത്? യായിനല്ലല്ലോ ഹർക്കത്ത്, നൂന് കസത് ശേഷം സുക്കൂണിൽ യാ വന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? നീ നീട്ടിയതുകൊണ്ട് നിയഹു അല്ല നീഹു ആണ്. നീഹു. وما أنسانيه إلا الشيطان أن أذكره. അത് കുറയല്ല, അവിടെ ദാലിന് സുക്കൂൺ കളിക്കില്ല. എന്താ വ്യത്യാസം മനസ്സിലായോ? ദാലിന് സുക്കൂൺ കളിക്കൽ ചെയ്യരുത്. ഇത് അവൈനലും അതേ വിഷയം തന്നെയാണ്, അത് കുറഹിലും അതേ വിഷയം തന്നെയാണ്. പിന്നെ തെറ്റിയത് അൻസാ നീഹു. നിയഹു അല്ല നീഹു. ما أنسانيه إلا الشيطان أن أذكره. قال أرأيت إذ أوينا إلى الصخرة فإني نسيت
نسيت الحوت وما أنسانيه إلا الشيطان أن أذكره നിങ്ങൾ അവിടെ നീട്ടരുത് ഇലായി നീട്ടാനില്ല. فإني نسيت الحوت وما أنسانيه അൻസാനിയഹു അല്ല, നീഹു ആണ്. നൂനെ നീട്ടി നോക്കുന്നുണ്ട്. وما أنسانيه സാനീഹു وما أنسانيه ഇല്ല ശൈത്വാൻ. إلا الشيطان അവിടെ മണിക്കരുത്. أن അദ്കുറ. ഇവിടെ ഇവിടെ നോക്കിയത് ഇവിടെ നോക്കിയാൽ وما أنسانيه അൻസാനീഹു. അത് സിമ്പിളായിട്ട് നീഹു എന്നേ ഉള്ളൂ. وما أنسانيه وما أنسانيه إلا شيطان إلا الشيطان أن أذكره. നിർത്തുമ്പം ഹായിന് സുക്കൂൻ കൊടുത്ത് അൻ അദ്കുറഹ് അങ്ങനെ നിർത്തേണ്ടത്. ഓക്കെ. കൽക്കലയില്ല, ഇത് അവൈനയില്ല. ആ ഇല്ല എന്നല്ലല്ലോ. ഇല സഖറത്ത്. ഹൂത്ത് നിർത്തരുത്. ഹൂത്ത്. فإني نسيت الحوت وما അവിടെ മണിക്കണം. അൻസാനി ഞങ്ങൾ മണിക്കുന്നില്ല. ഒന്നുകൂടെ ഓതി വെക്കണോ? ഇത് അവൈനയില്ല, കൽക്കല. നീട്ടാൻ പാടില്ല. ഇത് നിങ്ങളെ ഖുർആനാണോ? സ്വന്തം ഖുർആനാണോ? قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما അവിടെ മണിക്കാനുണ്ട്. أنسانيه إلا الشيطان أن أذكره. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره. അദ്കുറ അല്ല, ദാലല്ല, അദ്കുറ. ഓക്കെ. ഇനി അടുത്തത് വത്തഖദ. അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യരുത്? വാത്തഖദ എന്നായി പോരുത്, നീട്ടൂല. വത്തഖദ സബീലഹു. ബായിന് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്, ഒരു എലിഫിൻ്റെ അളവ് നീട്ടണം. സബീലഹൂഫി. അവിടെ നോക്കിയാൽ ഹായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹായിന് നീട്ടാൻ കാരണം എന്താ? തൊട്ട് മുമ്പ് തൊട്ട് ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വന്നതുകൊണ്ട്. സുക്കൂൻ അല്ലാതെ ഹർക്കത്താണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സബീലഹു എന്ന് ഒരു എലിഫിൻ്റെ അളവ് നീട്ടി വേണം. ഫിൽ ബഹരി. അവിടെ ഫീൽ ബഹരി എന്നില്ല. എന്തുകൊണ്ട്? ഹുറൂഫുൽ മദ്ദിന് ശേഷം തൊട്ടടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ സുക്കൂൻ വന്നതുകൊണ്ട് നീട്ടാതെ ഫിൽ ബഹരി നോതും. റായിന് കസ്റ വന്നതുകൊണ്ട് റായിനെ ലഘുവാക്കണം. അജബൻ എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ എങ്ങനെ നിർത്തണം? ഒരലിഫ് നീട്ടി അജബ എന്ന് നീട്ടി നിർത്തണം.
ഇവൾ. ഓക്കെ, അപ്പം ഇനി എങ്ങനെ ഓതുക? വത്തഖദ സബീലഹു ഫിൽ ബഹ്രി അജബ. സറബ അല്ല, അജബ. വത്തഖദ സബീലഹു ഫിൽ ബഹ്രി അജബ. ഒന്നുകൂടെ. വത്തഖദ സബീലഹു ഫിൽ ബഹ്രി അജബ. ഞാൻ പറയുന്ന ആൾക്കാർ ഓതിയാൽ മതി കേട്ടോ. നിങ്ങൾ ഓതി നോക്കിയോണേ. ഫിൽ ബഹരി എന്ന് പറയുമ്പം ഹായിന് സുക്കൂനിലെ ബഹരിയാണ്, ബഹരി ആയി പോരുത്. ബഹരി അവിടെ ഒന്നും ചെയ്യാറുണ്ട്, തൊട്ടങ്ങ് എടുക്കണം. ബഹരി, ബഹരി എന്നായി പോരുത്, അയഞ്ഞു പോയരുത്. ഫിൽ ബഹരി. എന്താ വ്യത്യാസം മനസ്സിലായോ? ഫിൽ ബഹരിയും ബഹരിയും നമ്മൾ വ്യത്യാസം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. അവിടെയും ഹായിൽ അവിടെ ഹായിൻ്റെ സുക്കൂനിനെ കൽക്കൽ ചെയ്യരുത് എന്നുള്ള വിഷയം. ബഹ്രിയാണ്, ബഹ്രി. കറക്റ്റ്. ആദ്യം നിങ്ങൾ ഓതിയത് ബഹ്രി, ബഹ്രി എന്ന് ഓതിയത് അയഞ്ഞുപോയി. ബഹ്രിയാണ്. ഹായിൻ്റെ സുക്കൂനിനെ കൽക്കൽ ചെയ്യരുത്. നിങ്ങൾ നോക്കിക്കോ. واتخذ سبيله في البحر عجبا. ഓക്കെ, അതിനി എളുപ്പമായതുകൊണ്ട് എല്ലാവരും കൂടെ ഒതുപ്പിക്കുന്നില്ല. നമുക്കിനി 3 ആയത്തൊന്നും എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഓതി വെക്കാം. ആദ്യം മുതൽ എടുത്തോളേ. ആദ്യം മുതൽ നമ്മൾ ആദ്യം മുതൽ എടുത്ത 3 ആയത്തോളം നമ്മൾ ഓതുക കേട്ടോ. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله. എത്തുമോ? നമ്മൾ ശ്വാസം മുട്ടി ഓതുന്നതിനേക്കാൾ ഏറ്റവും നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, എവിടെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ നിർത്തിയിട്ട് ഓതുക. അപ്പം ഫത്തഖദ സബീല നിർത്തിയിട്ട് ഫത്തഖദ സബീലഹു എന്ന് എടുത്ത് ഓതിയാൽ മതി. ഒന്നുകൂടെ. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. ഒന്നുകൂടെ ആയത്ത്. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. صدق الله العظيم.